സ്പെഷ്യൽ ചലച്ചിത്രം ഞാനും ഒരു ഗന്ധർവൻ. 2 മണിക്കൂർ പടവും 20 മണിക്കൂർ പരസ്യവുമാണ്. വെളുക്കാതെ കാണുക ഞാനും ഒരു ഗന്ധർവൻ. ആശാരിയല്ല, അരശീശി. അരശീശി ആയാലും മുരശീശി ആയാലും മുന്നിൽ വന്നൂടെ? എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ ദേവലോകത്ത് മദ്യം വിളമ്പുന്നയാളാണ്. ഏത് കോട്ടയം ദേവലോകം ബാറിലെ സപ്ലയറോ? അതല്ല, ഇത് ഒറിജിനൽ ദേവലോകം. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ഗന്ധർവൻ. ഗന്ധർവനോ? എന്തിനു മറഞ്ഞിരിക്കുന്നത്? എന്റെ മുന്നിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാമോ? ദേവഗണങ്ങളുടെ കണ്ണിൽ പെടാതെ ഞാൻ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. കയ്യിലിരിക്കുന്ന ആ പാവയുടെ ഇടത്തെ ചെവിക്കടിയിൽ ഒരു സ്വിച്ച് കണ്ടോ? അതിന്റെ മുതലത്തുള്ള ആ ചെറിയ അടപ്പ് തുറന്നിട്ട് 2 ബാറ്ററി ഇട്ടിട്ട് ആ സ്വിച്ച് ഓൺ ചെയ്യൂ. ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അതെ, ഞാൻ ഗന്ധർവൻ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഞാൻ ഗന്ധർവനാ. അമ്മച്ചിയാണ്. കണ്ടോ, ഈ സ്ഥലത്തിലേക്ക് നോക്കി പുറത്ത് ഈ സംഭവം ഉണ്ട്, കണ്ടോ, ഈ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സത്യമായിട്ട് ഗന്ധർവൻ തന്നെ. പക്ഷേ ഗന്ധർവന്മാരുടെ കാല് നിലത്തുറയ്ക്കാറില്ലല്ലോ. അത് 2 കൂടുതൽ അടിച്ചാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിലത്ത് തന്നെ. അത് തന്നെയല്ല, ഗന്ധർവന്മാർ സുന്ദരന്മാരാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. കൊച്ചൊന്ന് കണ്ണടച്ച് നോക്കി, എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യം ഇല്ലേന്ന്. പിന്നെ ആനപ്പിണ്ടത്തിൽ സ്വർണ്ണമാല ഇട്ടതുപോലെ ഉണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ച് കാണിക്കട്ടെ? തീർച്ചയായും. പക്ഷെ അവർക്ക് എന്നെ കാണാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. അതെന്താ? കന്യകമാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്താ? കന്യകമാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഓ അങ്ങനെ. ഞങ്ങളാരും വിവാഹം വെച്ചിട്ടില്ല. എടി ചമ്പകര രമണി, ഓച്ചറ ശാന്ത, കമലമേരി, വൈറ്റില സരസു. പേര് കേട്ടാൽ തന്നെ അറിയാം അവർക്ക് എന്നെ കാണാൻ പറ്റുന്ന തോന്നുന്നേ ഇല്ല. അതെ, ഗന്ധർവൻ എങ്ങനെ എവിടെ എത്തിയത്? ദേവഗുരു കുടിക്കുന്നത് ഒളിഞ്ഞു നോക്കിയതിന് ശാപത്തെന്ന് പറഞ്ഞു വിട്ടതാ. ദേവഗുരു ഒരു പുരുഷനല്ലേ? അത് നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ചിരിക്കണ്ട, ചെറിയ തെറ്റുകൾക്ക് വരെ അവിടെ വലിയ ശിക്ഷയാ. പഴുപ്പിച്ച് കയ്യിൽ വെച്ച് തരും. ഇരുമ്പോ? അല്ല, ഏത്തപ്പഴം. പിന്നെ ശാപം തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിടും, കന്യകമാരെ നശിപ്പിക്കാൻ. അതുകൊണ്ട് ഗന്ധർവന്മാരും തെറ്റ് ചെയ്യാറില്ലല്ലേ? അവിടെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഗന്ധർവന്മാരുടെ തലക്കടിയാണ്. കന്യകമാരെ നശിപ്പിച്ച് തിരിച്ചു ചെന്നാല് ദേവലോകത്ത് സ്ഥാനം കിട്ടും. അവിടെ സ്ഥാനം കിട്ടും, ഇവിടെ ആണെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. നല്ല അറിവാണല്ലോ കുട്ടിമാളൂന്. എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഞാൻ കുട്ടിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? മേലേക്കാവിലെ പൂരത്തിനാണോ? അല്ല. മാങ്കുള്ളിക്കാവിലെ കുടമാറ്റത്തിന്? അല്ല. പിന്നെ മൊബൈലിലെ ബ്ലൂടൂത്തിന്. അയ്യോ, അത് ഞാനല്ല. എന്നെ ചതിച്ചതാ. ശരീരം മാത്രമേ എന്റെ ഉള്ളൂ, ശബ്ദം വേറെ ആരുടെയാ. കുട്ടിമാളുടെ അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസില. സഹോദരനോ? കാനഡയിലാ. എന്തിന്റെ? കാനഡ, അതൊരു രാജ്യമാ. ആട്ടെ, ഗന്ധർവേട്ടന്റെ അച്ഛനോ? എന്റെ അച്ഛൻ പേരെടുത്ത ഒരു ഗന്ധർവനാ. നിങ്ങളുടെ നാട്ടിൽ ഗന്ധർവന്മാരാണോ പേരെടുക്കുന്നത്? പേരല്ല, പേര്. അയ്യോ, ഞാൻ തെറ്റിദ്ധരിച്ചു. അതിരിക്കട്ടെ, ഗന്ധർവൻ അവിടെ എന്താ പണി? ഞങ്ങൾ അടിമകളാണ്. എന്നും എന്ത് പണി ചെയ്താലും ആട്ടും തുപ്പും മാത്രം. എന്നും ആട്ടുസൂപ്പ് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ. ആട്ടും സൂപ്പ് അല്ല, ആട്ടും തുപ്പും. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? കാശാണെങ്കിൽ എന്റെ കയ്യിലില്ല. അതല്ല, ഗന്ധർവൻ കല്യാണം കഴിച്ചു.
കഴിച്ചതാണോ? ഞാനൊരു ചൈനക്കാരിയെ കല്യാണം കഴിച്ചു, 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. അതല്ല, ചൈനയുടെ സാധനമല്ലേ, 2 വർഷത്തിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്കറിയാം. കന്യകമാരായ പെൺകുട്ടികളെ ചതിച്ചിട്ട് കടന്നു കളയുന്നവരാ ഗന്ധർവന്മാരെന്ന് മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താ മുത്തശ്ശിയുടെ പേര്? രുക്മിണിയമ്മ. വെറുതെ അല്ല എന്റെ അപ്പൂപ്പ, എനിക്ക് ഇവിടെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടാണല്ലോ നിങ്ങൾ പോയത്. എന്താ ഇവിടെ ഒരു ദുർഗന്ധം? അയ്യോ, അമ്മച്ചിയാണ്, ഞാനല്ല. അതല്ല, പാലപ്പൂവിന്റെ ദുർഗന്ധം. ഭാഗ്യം രക്ഷപ്പെട്ടു. ഞാനേ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു മനപ്രയാസം. അയ്യോ, അത് മനപ്രയാസമല്ല, അടപ്പായസമാ. കുടിച്ചിട്ട് വാ കഴിയില്ല. ഗുഡ് ഗേൾ. ഗന്ധർവ, നീ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് ഇനി ഒളിക്കാനാകില്ല. എങ്കിൽ ഇനി ചേട്ടൻ ഒളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ശരി, പുള്ളിക്കാരൻ അവിടെ ഞാൻ ഒളിച്ചിരിക്കട്ടെ, നമുക്ക് കുറച്ചു നേരം കൂടെ സംസാരിച്ചിരിക്കാം. വാ. സംസാരിച്ചിരുന്ന് ബോറടിച്ചിട്ട് അറിഞ്ഞില്ല. രാത്രി 1 മണി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലേ മുത്തശ്ശി അടുത്ത് പറയും. കുട്ടിപാട് പോകരുത്. പോകരുത്, ഇങ്ങ് വാ, ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ അങ്ങോട്ട് വരുന്നത്. കുട്ടിമാളു, നിന്റെ സൗന്ദര്യം എന്നെ മന്ത് പിടിപ്പിക്കുന്നു. അല്ല, മത്ത് പിടിപ്പിക്കുന്നു. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ല, ധൈര്യമായിട്ട് വാ. ആരും കാണില്ലെന്ന് ഉറപ്പാണോ? ആരും കാണില്ലെന്ന് ഉറപ്പാണ്. കുട്ടിമാളു. ഗന്ധർവ. കുട്ടി. ഗംഗ. ഈ സീൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള SMS ചോദ്യം: ഗന്ധർവൻ ചതിച്ചത് കുട്ടിമാളുവിനെയാണോ? കുട്ടിമാളു ചതിച്ചത് ഗന്ധർവനെയാണോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ പ്ലിഞ്ഞ എന്നും, നിങ്ങളുടെ ഉത്തരം നോ എന്നാണെങ്കിൽ ക്ലിക്കോ എന്നും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് SMS ചെയ്യുക. ഇനി അതിന് മടിയാണെങ്കിൽ മറക്കാതെ കാണുക മീഡിയ സ്റ്റാർ സിംഗർ. പങ്കെടുക്കുന്നവർ ശ്രീയേട്ട, ശരത്തേട്ട, ഉണ്ണിയേട്ട, വേണുവേട്ട, ദീദിയേട്ട. അയ്യോ, തെറ്റിപ്പോയി, സോറി. കുട്ടിമാളു, കഴിഞ്ഞത് കഴിഞ്ഞു. കുട്ടിമാളു എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്. ദാ ആ കാണുന്ന അനാഥാലയം കണ്ടോ? അവിടെ വളരുന്ന 100 കുട്ടികളിൽ ഒരു കുട്ടി എന്റേതാണ്. കുട്ടിമാളു എന്റേതാണ്. ഇത് കേട്ടിട്ടും ഞെട്ടിമാളു എന്താ കുട്ടാത്തത്? അല്ല, കുട്ടിമാളു എന്താ ഞെട്ടാത്തത്? ആ കാണുന്ന അനാഥാലയത്തിലെ 100 കുട്ടികളിൽ ഒരു കുട്ടിയല്ലേ ഗന്ധർവന്റേതായിട്ടുള്ളൂ. സത്യം. എന്നാലേ